ഇവന്റെ ആരെങ്കിലും ചത്തോ? പരിചയമില്ലാത്തവരാണ്. സ്ഥിരം തുമ്മലാണല്ലോ. അവരൊരു 5-6 പേരുണ്ടായിരുന്നു. 1-2 പേരായിരുന്നെങ്കിൽ ഞാനൊരു കൈ നോക്കിയാനെ. അവരെന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല, ഒന്നും പറയാതെയായിരുന്നു അടി. പക്ഷെ ഞാൻ നല്ല തെറി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ആ മറ്റവനില്ലേ, ഡോക്ടർ മൈക്കിള്, അവനാ ഇത് ചെയ്തത്. അവനോ? എന്നിട്ട് നിങ്ങളെന്താ അവന്റെ പേര് റിപ്പോർട്ട് ചെയ്യാത്തത്? കാഞ്ഞ വിത്താവൻ. ജോർജിനെയും പാട്രിക്കിനെയും അവരുടെ ആ ഗുണ്ടനെ അവൻ പൂശിക്കളഞ്ഞു. ഇനി റിപ്പോർട്ട് ചെയ്തിട്ടാണോ അവൻ എന്നെ കൂടി പോളാൻ. അവനെ ഒന്നേ അറിഞ്ഞു വെക്കുന്നത് നല്ലതാ. നാളെ നിങ്ങൾക്കും പണി കിട്ടരുതല്ല. എന്നെ മനസ്സിലായോ? ജെറാർഡിന്റെ കൊച്ചച്ഛനാ. മോളുറങ്ങുന്നത് കാണാൻ മൊയിലുറങ്ങുന്ന പോലെയുണ്ട്. കടന്നു. എന്താ കാര്യം? തീട്ടം പരിശോധിക്കാൻ വന്ന. എവിടെ ഡോക്ടർ? അത് വയറ്റിലുള്ള തീട്ടത്തിന്റെ ബലത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചു പോണേ. ഒരു ദിവസം തൂറ്റൽ പിടിച്ചാൽ തീർന്നു അല്ല ഡോക്ടർ? ആന്റണി ചാ, കൊച്ചിന്റെ കൂടെ ഇരിക്കണ്ടേ? കഴുകന്മാര് വട്ടം വിട്ട് പറക്കാണ്. മോളുറങ്ങിക്കോ. മൈക്കിൾ ജോൺ. അപ്പൻ്റെ പേര് കൂട്ടി വിളിക്കുമ്പോഴാ ഒരു പഞ്ച്. സോറി, കൂട്ടി വിളിക്കാൻ നിന്റെ തന്തയുടെ പേര് എനിക്കറിയില്ല. മിസ്റ്റർ മാക്കോ, നിങ്ങളെ ഞാൻ കസ്റ്റഡിയിലെടുക്കുന്നു. മൊഴിയുണ്ട്. എബ്രഹാമിനെ കൊന്നത് നീയാണ്. സോ എനിക്കറിയില്ല. നിങ്ങളെ കസ്റ്റഡിയിലെടുത്തത് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ ഒരു രാത്രി നിങ്ങൾക്ക് പരസ്പരം തല്ലാം കൊല്ലാം. പിന്നെ വില്യം, ആസ് പെർ റെക്കോർഡ്സ് യു ആർ നോട്ട് നോർമൽ. എന്ത് സംഭവിച്ചാലും യു വിൽ ബി സേഫ്. ഡോണ്ട് ഷൗട്ട്. ചുമ്മാ എനർജി കളയണ്ട. ഇന്നിനി കുടിക്കാനും തിന്നാനുമായിട്ട് ഒന്നും തരുന്നില്ല. നിങ്ങൾക്ക് തമ്മിൽ തല്ലി തീർക്കാൻ ഒരു രാത്രി, അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ ആരുടെയെങ്കിലും തലയിൽ ഈ മൺവെട്ടി എടുത്ത് അടിച്ചാൽ മതി. ഒരാളെങ്കിലും തീർന്ന അത്രയും നല്ലതാ. എല്ലാം പീനൽ കോഡ് വഴി പോയാ നഷ്ടം വരുന്ന എനിക്ക്. ഞാനത് മനസ്സിലാക്കണ്ടേ? ഓക്കെ ഗായ്സ്, ഹാവ് എ ബാഡ് നൈറ്റ്. ഫൈറ്റ് ഈച്ച് അതർ, കിൽ ഈച്ച് അതർ. 3 ദിവസം രാവും പകലും അവരറിയരുത്. സർ,
റിപ്പോർട്ട് ഇന്നേക്ക് സബ്മിറ്റ് ചെയ്യണം. നിന്നെ തന്നെ നിങ്ങളെന്താ പ്രേമിച്ചെടുക്ക? നിന്നെ കണ്ടാലറിയാ നീ ഒരു കോഴിയാണെന്ന്. എന്റെ അളിയന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണ അല്ലേ? എന്റെ അളിയൻ വലിച്ചു വലിച്ച് കേരളത്തിലെ ഓക്സിജൻ തീരുന്ന തോന്നണത്. നിനക്കൊന്നും അറിയില്ല തന്നെ. അമ്മേ. മോനെ മര്യാദക്കില്ലെങ്കിൽ അടിച്ച് മോന്ത ഞാൻ പൊളിച്ചു കളയും. ഇല്ല സാറേ. ഓടാ. എന്താ എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല സാർ. ഒന്നുമില്ല. കൂൾ, ബി കൂൾ. എനിക്കറിയാം മൈക്കിൾ ഈ ഹോസ്പിറ്റൽ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെന്ന്. എന്നോട് വിരോധമൊന്നുമില്ലല്ലോ അല്ലേ? അയ്യോ എന്തിനാണ് സാർ? ശരിയാ, എന്തിനാ വിരോധം അല്ലേ? ആ. എനിക്ക് കുറച്ച് തിരക്കുണ്ട്, അതാ. വെരി ബാഡ് ബോയ്സ്. തമ്മി തല്ലി ചാവെന്ന് കരുതിയത്. ഓക്കെ, ലെറ്റ്സ് ഗോഡ് ഡിസൈഡ്. കോടതി തെറ്റായ തീരുമാനമാണ് ഈസ. ജാമ്യം കിട്ടാത്ത കേസൊന്നുമില്ലല്ലോ. ഒന്ന് ഉറങ്ങണം. ഉറങ്ങിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മാർക്കോക്ക് ജാമ്യം കിട്ടി. എല്ലാം നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ.